ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടോൺ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഇന്ന് സൺഡേ ആണ്. പലരും പള്ളിയിലൊക്കെ പോയി, മറ്റു പലരും ആരാധനാലയങ്ങളിൽ പോവുകയും മറ്റ് മാനസികമായിട്ടുള്ള ശാന്തി തേടിയുള്ള പല തീരങ്ങളും തേടി ഉള്ള യാത്രകളിലാണ് സൺഡേ ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിന് സന്തോഷവും മറ്റുള്ളവർക്ക് അതുവഴി സമാധാനം ആശംസിക്കുവാനും പറയുവാനും ഒക്കെ അതൊരു നല്ല മാർഗമാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിലേറെയും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബൈപ്പാസ് സർജറിയായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിലവാരമുള്ളതാണെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്താം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി താഴെ ബ്ലിങ്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ കൂട്ടുകാർക്ക് സ്വന്തമായിട്ട് കിട്ടും. എന്നിടുന്ന വീഡിയോകളൊക്കെ കൂട്ടുകാർക്ക് അപ്പോൾ കാണാൻ സാധിക്കും. അതുവഴി ഞങ്ങൾക്ക് നല്ലൊരു പ്രചോദനമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് വലിയൊരു സന്തോഷമാണ്. അതുപോലെ ഇപ്പോൾ ഡെയിലി ഷോർട്സുകളുണ്ട്. ഷോർട്സുകൾ പല കാറ്റഗറിയിൽപ്പെട്ടതാണ് നമ്മുടെ ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുക്കിംഗ് സംബന്ധമായിട്ടുള്ളതുണ്ട്, മറ്റ് അറിവുകൾ പകർന്നു തരുന്നതുണ്ട്, അല്ലാതുള്ള മറ്റ് പ്ലാന്റുകൾ, വീട്ടിലെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷോർട്സുകളാണ് ഇടുന്നത്. കുക്കിംഗ് വീഡിയോ ആണെങ്കിലും കുക്കിംഗ് സംബന്ധിയായിട്ടുള്ള പലതരത്തിലുള്ള രീതിയിലാണ് ഇടുന്നത്. സിമ്പിളായിട്ടുള്ളതുണ്ട്, വളരെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് നിലവാരമുള്ള വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 സെക്ഷനായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് തേടി നിൽക്കുന്ന ഒരു വീഡിയോ ഫ്രണ്ടിൽ തന്നെയുണ്ട്. മത്തിനെയിൽ മത്തിക്കറി എന്ന് ഏകദേശം 1.2 മില്യൺ ആളുകളിപ്പോൾ കണ്ടു. അതൊരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അതിന് പിന്നീടായിട്ട് ഒരുപാട് വീഡിയോകൾ, ഷോർട്സുകൾ ഒക്കെ വൈറലായിപ്പോയത് നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പോഴും ഒരു കണ്ടിന്യൂറ്റി തുടരുന്നു. നമ്മുടെ പുതിയ വീഡിയോകൾ എന്നും ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് വിവിധ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം വീട്ടിൽ ഇപ്പോൾ മക്കളും വൈഫൊക്കെ പള്ളിയിലേക്ക് പോയി. അപ്പോൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോൾ മക്കളും ഭാര്യയും ഞങ്ങൾ ഒരുമിച്ചാണ് സാധാരണ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ പോകാൻ പറ്റിയില്ല. ഞാനിപ്പോൾ റെസ്റ്റിലാണല്ലോ. അപ്പോൾ 2 മാസം ആകുകയാണ്. 2 മാസം ആയിട്ട് ബൈപ്പാസ് ചെയ്ത് റെസ്റ്റിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ അതിനെ സംബന്ധിക്കുന്ന പലവിധ കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് അത് കാണാം. സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് പറയുമ്പോൾ വൈബ്രേറ്റായി പോകുന്നത്. അത് 2 മാസത്തെ വിശ്രമത്തിന് ശേഷം കുറയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും അത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയുവാനും, പിന്നെ നമ്മുടെ ജീവിതത്തിലൂടെ നടന്നു പോയ ഈ ഒരു കാര്യം, ഇതൊന്നും എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ ബൈപ്പാസ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ വിശ്രമം എങ്ങനെയാണ്, അതിൻ്റെ ഭക്ഷണക്രമങ്ങൾ എങ്ങനെയാണ്, അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പലരും വീഡിയോ ഒക്കെ കാണുമ്പോഴും അല്ല കാണാതെ തോണ്ടിക്കളഞ്ഞൊക്കെ പോകുമ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല, അല്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയില്ല, അല്ല എൻ്റെ ബന്ധുക്കൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയില്ല, ഞാനിതെന്നാ കാണാനാ,
ആ ഒക്കെ ഒരു വിചാരമാണ്. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. ഇത് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, ഒരുപാട് രോഗങ്ങൾ, ഇതെല്ലാം എന്നും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ വാർത്തകളിലും ഒക്കെ നിറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാവാം. പുതിയ പുതിയ വൈറസ് ഭൂമിയിലേക്ക് രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ മനുഷ്യൻ പലവിധ വാക്സിനുകളും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്ന കുറച്ച് നാൾ മുമ്പ് ഉണ്ടായ ഒരു കോവിഡ് എന്ന ആ ഒരു മഹാമാരിക്ക് വേണ്ടി പ്രതിരോധമായിട്ടാണ് വാക്സിൻ എടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഭൂമിയിലെല്ലാവരും ഒരു പകുതി ആൾക്കാരൊക്കെ അത് എടുത്തു. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ചോ അല്ല അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്ത്, അത് എടുക്കാൻ പറ്റുന്നതായിരുന്നോ? ഒരു മരുന്ന് വിപണിയിലേക്ക് ഇറക്കുമ്പോൾ അതിന് ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അതിൻ്റെ സൈഡ് എഫക്റ്റുകളും മറ്റ് ദൂഷ്യവശങ്ങളും ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഒരു മരുന്ന് മനുഷ്യനിലേക്ക് പ്രയോഗിക്കേണ്ടതും അത് അവൻ്റെ ചുറ്റുപാടിലും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് മരുന്ന് മനുഷ്യരിലേക്ക് പ്രയോഗിക്കേണ്ടത്. മൃഗങ്ങളിലേക്ക് അങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാം. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ പെട്ടെന്നൊരു മഹാമാരി വരികയും മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാനുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ പുതിയ വാക്സിൻ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ആശുപത്രിയിൽ ഇപ്പോൾ 2 മാസത്തിനിടയ്ക്ക് പലതവണ പോയി. എൻ്റെ വീട്ടിലാണേലും ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇപ്പോൾ 2 മാസമായിട്ട് കുറച്ച് പേരെ വരുന്നുള്ളൂ, നമ്മൾ ഇങ്ങോട്ട് വരുത്താതിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഞാൻ ആശുപത്രിയിൽ ചെന്ന് ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാനും അവരുമായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ സാധിച്ചു. ആ സാധിച്ച അവസരത്തിലൊക്കെ പലരും പറയുന്ന കാര്യങ്ങൾ, അതിപ്പോൾ ഈ ഒരു അവസ്ഥ മനുഷ്യനുണ്ടായത് അവരാരോപിക്കുന്നതല്ല, പക്ഷേ മനുഷ്യൻ്റെ ചില ചിന്തകളാണ്. ആ ചിന്തകൾ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കോവിഡ് വാക്സിനോടനുബന്ധിച്ച് മനുഷ്യനെടുത്തിരിക്കുന്ന ആ പ്രതിരോധ കുത്തിവയ്പ്പിൽ നിന്ന് ആണ് പല ആളുകൾക്കും ഇത്തരം ഈ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടുന്നതെന്ന് പലരും എന്നോട് അഭിപ്രായപ്പെട്ടു. ഞാൻ ആ പോയ 2 മാസം പോയൊരവസരത്തിൽ ഏകദേശം ഒരു 15 പേരെ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റി. അവരൊക്കെ അവരുടെ അനുഭവത്തിലൂടെ പറഞ്ഞത് ഇത് ഇങ്ങനെ സംഭവിച്ചൊരു കാര്യങ്ങളാണ്. പക്ഷേ ആരും അത് പുറത്ത് പറയുന്നില്ല. നമ്മളിപ്പോൾ അത് പറഞ്ഞെന്ന് വെച്ച് നമ്മളാരും പിടിച്ച് കൊല്ലാനൊന്നും വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യരിലേക്ക് പ്രയോഗിക്കേണ്ടത് അത് ശരിക്കും നിരീക്ഷണങ്ങൾ നടത്തി ഒക്കെയാണ് അത് ചെയ്യേണ്ടത്. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് 5-6 മാസം കൊണ്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ച് മനുഷ്യരിലേക്ക് പ്രയോഗിച്ചു. അതിൻ്റെയൊക്കെ പാർശ്വഫലങ്ങളാവാം. മനുഷ്യനിപ്പോൾ നിപ്പിൽ 50 വയസ്സും അതുപോലെ 40 വയസ്സിനും ഇടയ്ക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്ന് രാവിലെ ഞാനിത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാനൊരു രോഗിയാണ്. രോഗിയെന്ന് പറഞ്ഞാൽ ചുമ്മാ എനിക്കുണ്ടായതല്ല, ഹാർട്ട് അറ്റാക്ക് എനിക്കുണ്ടായതാണ്. എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലും മറ്റ് നാടിന് വെളിയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഞങ്ങളെ അറിയുന്ന ആൾക്കാരുണ്ട്. കാരണം ഞങ്ങൾ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നതായതുകൊണ്ടും ഈ നാട്ടിൽ മറ്റ് ആൾക്കാരോടൊക്കെ ഇടപെട്ട് ജീവിക്കുന്നതായതുകൊണ്ടും അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതുകൊണ്ടും പല രാജ്യങ്ങളിലും ഞങ്ങളെ അറിയുന്ന സുഹൃത്തുക്കൾ സ്നേഹിതരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ അത് അറിയാൻ പറ്റും. കാരണം ഇവർക്കൊക്കെ എന്നെ അറിയാവുന്നതാണ്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളല്ല, ഈ സിഗരറ്റ് വലിക്കുന്ന ആളല്ല, മറ്റ് കച്ചറാ പോകുന്ന ഒരാളല്ല, വെള്ളമടിയോ അങ്ങനെ വെളിച്ചപ്പാടോ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ യാതൊരു അലുക്കുലുത്തും ഇടപാടും ഇല്ലാതെ ജീവിക്കുന്ന ഏറ്റവും സന്തോഷമായിട്ട് കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായ എനിക്കിത് നിപ്പിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറയാണ്, എനിക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഇതുണ്ടായെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റും. കാരണം പുള്ളി പറയാം, ഞാനാണ് സിഗരറ്റ് വലിക്കുന്ന ഇടയ്ക്കൊക്കെ വെള്ളം അടിക്കുന്ന ആളാണ്, എന്നിട്ട് എനിക്ക് ഇതുണ്ടായില്ല. പക്ഷേ പ്രകാശിന്
ഇങ്ങനെ ഉണ്ടായി. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ പലരോടും പറഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ആശുപത്രിയിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി ഇങ്ങനെ പലരോടും ഒരു 10-15 പേരോട് കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ വെള്ളം അടിച്ച് വെളിച്ചപ്പാടായിട്ട് ജീവിക്കുന്ന, അപ്പം ഞങ്ങൾക്കിത് ഉണ്ടായില്ലല്ലോ, ചേട്ടനിത് എങ്ങനെയാണ് ഉണ്ടായതെന്ന്. അപ്പോൾ അവർക്ക് അത്ഭുതമാണ് ഇത്തരം ഈ ദുശീലങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ ആ അവസ്ഥയിൽ സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനൊന്നുമല്ല, അധികം സന്തോഷവും ഇല്ല. കാരണം ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സങ്കടമോ സന്തോഷമൊന്നുമില്ല, അതിനെ അങ്ങ് നോർമലായിട്ട് സ്വീകരിച്ചു പോകും എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു മനുഷ്യന് ഈ ഒരവസ്ഥ ഉണ്ടായല്ലോ എന്നോർക്കും മറ്റു പലർക്കും അത്ഭുതമാണ്. കാരണം അവർ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ നാട്ടും പുറത്തും, ഇപ്പം നിങ്ങൾ ഈ ഭൂമിയിൽ അവിടെ ജീവിക്കുന്ന ആളായാലും വിദേശത്തോ നാട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ജോലിയിലോ എവിടെ ജീവിക്കുന്ന ഒരാളായാലും നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഒരു മഹാമാരിയെ തരണം ചെയ്ത് നമ്മൾ പോകുന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച ഈ ഒരു വാക്സിനിലൂടെ നമുക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെറുതെ നിന്ന് എനിക്ക് ഈ ഒരു അസുഖം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അത് പരമാവധി കാണുക, നല്ലതാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ കാര്യങ്ങൾ ഞാനൊരു 3-4 വീഡിയോ ആയിട്ട് എൻ്റെ ഈ ചാനലിലൂടെ കൂട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് ഒന്നും കൂടി ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും ഞാനിപ്പോൾ ഈ ബൈപ്പാസ് ചെയ്തതിന് ശേഷം എനിക്ക് അതിന് മുമ്പ് ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു ഒരുപാട് ഷുഗറിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് ഹൈ ആയിട്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ബൈപ്പാസ് സർജറി 2 മാസമായിട്ട് ചെയ്തു. ഇപ്പോൾ 2 മാസമാകുകയാണ്. അപ്പോൾ നാളെ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ്. അതിന് വേണ്ടിയിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ കാലയിലൊക്കെ ഉണ്ടോ, കാലിൽ നിന്ന് ചെറിയ നീരുണ്ട്. ഇത്രയും ദിവസം നീരൊന്നുമില്ലായിരുന്നു, അപ്പം നീരുണ്ട്. അതുപോലെ ഈ കണ്ട് ഇവിടുന്ന് കാലിൽ നിന്ന് വെയിൻ എടുത്താണ് നമ്മുടെ ഹാർട്ട് ബ്ലോക്കായിട്ടുള്ള ആ ഒരു പാർട്ട് ലേക്ക് പ്ലാസ്റ്റ് ചെയ്ത് അത് വെച്ച് പിടിപ്പിച്ച് നമ്മുടെ